ഇപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രം പോലെ തന്നെ മോദിയുടെ തന്ത്രമായിരിക്കും. വനിത അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമതാ ബാനർജിക്ക് ബദലായി വനിതകളോട് ഒരു താല്പര്യവുമില്ലാത്ത പ്രതിപക്ഷം, അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന വനിതാ മുഖ്യമന്ത്രി മമതാ ബാനർജി, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള തന്ത്രമായിരിക്കും. നാരി ശക്തി എന്നൊക്കെ പറഞ്ഞ റീൽസ് കട്ട് ചെയ്യാനുള്ളത് പോലെയുള്ള കൃത്യമായ സാധനങ്ങൾ കട്ട് ചെയ്ത് ഇനിയുള്ള മണിക്കൂറുകൾ പശ്ചിമ ബംഗാളിൽ ഒരു തരംഗമായി ആഞ്ഞടിപ്പിക്കാം. തമിഴ്നാട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അതുകൊണ്ട് അത് പോട്ടെ, പശ്ചിമ ബംഗാൾ പിടിക്കാമോ? പക്ഷേ വളരെ ഗൗരവത്തോടെ കാണണം. 100 സീറ്റിന് മുകളിലേക്ക് 77 സീറ്റാണ്. 2016 തെരഞ്ഞെടുപ്പിൽ വെറും 3 സീറ്റിനായിരുന്നു BJP. 2021 77 സീറ്റിലേക്കും ഇപ്പോൾ 100 മുകളിലേക്ക് ഉറപ്പായും പോകുമെന്ന് പറയുന്ന ഒരു ഇലക്ഷൻ സിറ്റുവേഷൻ അവിടെയുണ്ട്. ഒരു പക്ഷേ 4 തവണത്തെ ആൻറ്റി ഇൻകംബൻസിമായി നിൽക്കുന്ന ഒരു സർക്കാർ വീഴാൻ അധികം സമയമൊന്നും വേണ്ട. പശ്ചിമ ബംഗാൾ വീഴില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഒരു പക്ഷേ വീഴാനുള്ള സാധ്യത പോലുമുണ്ട്. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടിയുണ്ട്, CPM ആളുകളൊക്കെ എവിടെയാണ് പോയത്? BJPയിലാണ് പോയത്. മമതാ ബാനർജിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഫൈറ്റായി നിൽക്കുന്ന BJPയിലാണ്. CPMൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അണികളടക്കം പാർട്ടി ഓഫീസ് അടക്കം BJPയുടെ കൊടി വെച്ച് മാറിയ അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു 2 സംവിധാനങ്ങൾ തമ്മിലുള്ള ത്രികോണ മത്സരമല്ല അവിടെയുള്ളത്. മമതാ ബാനർജി വേഴ്സസ് BJP എന്നൊരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ അവിടെ പോയൊരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ മറിഞ്ഞേക്കാം. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ നാരിശക്തിയുടെ തമാശ അതുകൂടെ പറഞ്ഞിട്ട് പോകണം. മോദിക്ക് എന്താണ് പെട്ടെന്ന് ഈ നാരീശക്തി തോന്നിയെന്ന് അത്ഭുതപ്പെടും. 2023 ഇതേ ബില്ല് പാസ്സായതാണ്. ഇത് തന്നെ 33% സംവരണം. അന്ന് പറഞ്ഞ കാര്യം 2026 ശേഷം വരുന്ന സർവേക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ വനിതാ സംവരണം നടപ്പിലാക്കാൻ പോകുന്നത്. അന്ന് പ്രതിപക്ഷത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഈ 2026 ശേഷം വരുന്ന സർവേ വെച്ചിട്ട്, പുതിയ സെൻസസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു കാരണവശാലും ഉടനെങ്കിലും ചെയ്യാൻ പറ്റുന്നത് 2030 കഴിയും. 2034 ആകുമ്പോഴേ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇത് അസംബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ മോദി പറഞ്ഞു അങ്ങനെ പോയി നിങ്ങളുടെ പണി നോക്കാൻ പറഞ്ഞു. അതേ മോദി ഇന്ന് പറയുകയാണ്, പ്രതിപക്ഷത്തിൻ്റെ വാദം തിരിച്ചെടുത്ത് പറയുകയാണ്, ഇത് ഒരുപാട് സമയമെടുക്കും സെൻസസിൻ്റെ പുറകെ പോയാൽ, അതുകൊണ്ട് പഴയ സെൻസസ് ഞങ്ങൾ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ തമാശ. ഇത് എന്തുകൊണ്ട് മോദിക്ക് മനമാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ഇപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യുന്നതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, ഒരുപക്ഷെ പശ്ചിമ ബംഗാളായിരിക്കും. അതല്ലെങ്കിൽ 2023 ഇത് പാസ്സാക്കിയതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. 2024 ഇസ് ബാർ 400 പാർ എന്നിട്ട് 300 പോലും അടിക്കാതെ 200ൻ്റെ അടുത്ത് കിടന്ന് കറങ്ങിയ മോദിയുണ്ട്. ആ മോദിക്ക്, BJPക്ക്, RSSന് അടുത്ത തവണ അവർ ഇതിലും മോശം സ്ഥിതിയിലായിരിക്കും കേന്ദ്രത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടാവുക എന്നറിയാം. അത് വളരെ വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ പെട്ടെന്ന് ഈ 2023 ഇല്ലാത്ത നാരീ സ്നേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സംഘത്തിനും ഇപ്പോൾ ഉണ്ടാകാനുള്ള കാരണം 2024 നാണം കെട്ട വിജയമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടെ ഡീലിമിറ്റേഷനും ചെയ്യാം. 1. 2. ഇതും പോരാഞ്ഞതിന് ഒരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. അതാണ് വരാൻ പോകുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് വെച്ചാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ കൂടി നടത്തും. അപ്പോഴെന്താ ഗുണം? സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേരളം ഒറ്റയ്ക്ക് ഇവിടെ സംസ്ഥാനത്ത് മത്സരം നടക്കുമ്പോൾ കേരളത്തിലെ വിഷയങ്ങളാണ് സജീവമാകുക. പക്ഷേ രാജ്യവ്യാപകമായൊരു തിരഞ്ഞെടുപ്പും അതിൻ്റെ കൂടെ സംസ്ഥാന തിരഞ്ഞെടുപ്പുമാണെങ്കിൽ ഏത് വിഷയത്തിനായിരിക്കും പ്രാതിനിധ്യം? ദേശീയ തലത്തിൽ ദേശീയ വിഷയങ്ങളും ദേശീയ നേതാക്കളും നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനായിരിക്കും. ആ ക്യാമ്പയിനിൽ തൽക്കാലം മോദി ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ മേൽക്കൈ 1. 2. പണം. ഏറ്റവും കൂടുതൽ പണം 10,000 ലക്ഷം കോടി, നമുക്ക് സങ്കല്പിക്കാനാവാത്ത കോടി പണം ഇറക്കാൻ കഴിയുന്ന വാർ ചെസ്റ്റുമായിട്ടാണ് BJP നടക്കുന്നത്. അങ്ങനെ അടുത്ത ഇലക്ഷനിൽ പണം കൊണ്ടും മറ്റ് സംസ്ഥാന തലത്തെ തിരഞ്ഞെടുപ്പുകളെ മുക്കിക്കളയാം എന്ന് വിചാരിക്കുകയാണ്. ചുരുക്കത്തിൽ ഒരു വെടിക്ക് ഒരുപാട് പക്ഷികളാണ്. ഇതാണ് ലക്ഷ്യം. അതിനിടയ്ക്ക് നാരീശക്തി പുട്ടിലെ പീരയാണ്. അത്രേ ഉള്ളൂ.